എം വി ഗോവിന്ദനാണ് മാധ്യമങ്ങളെ കണ്ടത്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി. നമുക്ക് കുട്ടമ്പുഴയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അവിടെ കഴിഞ്ഞ 10-14 മണിക്കൂറായി വനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന 3 സ്ത്രീകളെ പുറത്തെത്തിക്കാനായി എന്ന ആശ്വാസ വാർത്ത നൽകുന്ന ഒരു ഗ്രാമമാണ് കുട്ടമ്പുഴ. രാവിലെയൊക്കെ നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ അവിടെ ആശങ്കയുടെ നിമിഷങ്ങളായിരുന്നു. എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ചില ഭീതി ഉണ്ടായിരുന്നു. വലിയ തിരച്ചിലായിരുന്നു. വനം വകുപ്പും പോലീസും ഈ പറഞ്ഞതുപോലെ ഫയർഫോഴ്സ് സംഘവും ഒക്കെ സംഘങ്ങളായി തിരിഞ്ഞുള്ള ഏറ്റവും ഒടുവിൽ അവരെ കണ്ടെത്തി. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, ഒരുപാട് പറയാനുണ്ട് അവർക്ക്. അവരുടെ 10-14 മണിക്കൂറത്തെ ഭീതിജനകമായ ഒരു വനവാസത്തെ കുറിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അവർ ബന്ധുക്കളോട് പങ്കുവെക്കുന്നത്? എങ്ങനെയാണ് അവർ ഈ കാട്ടാനകളുടെയും മറ്റും സാന്നിധ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? അത്തരം വിവരങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ അവരെ 3 പേരെയും കുട്ടമ്പുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രാഥമിക ചികിത്സയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിനുള്ളിൽ അവർ തിരിച്ചു വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനുശേഷം നമുക്ക് അവരുടെ പ്രതികരണം തേടാനാകും. എന്തായാലും ഇന്നലെ 14 മണിക്കൂർ, അതായത് ഇന്നലെ വൈകുന്നേരം 4:15 കൂടി ഈ മായയുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഓഫായി പോയതോട് കൂടി തുടങ്ങിയ ആശങ്കയാണ്. നമ്മൾ നേരത്തെ പറയും പോലെ വനമാണ്, അത് അറിയാവുന്ന ആളുകളാണ് സമീപ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴും ഉൾവനത്തിലെത്തി കാട്ടാനക്കൂട്ടം ഇവരെ ഓടിക്കുകയും ഇവർ അതിനുശേഷം ഒരു മരപ്പൊത്തിൽ കയറിയിരിക്കുകയും തുടർന്ന് അതിനു ചുറ്റും ആനകള് വട്ടമിട്ട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയാണ് ഈ പാറക്കൂട്ടത്തിനടുത്തെത്തിയത്. ഇനി മറ്റൊരു കാര്യം കൂടി, 4 സംഘങ്ങളായിട്ടാണ് തിരിഞ്ഞ് വനത്തിലേക്ക് തെരച്ചിലിന് പോയതെങ്കിൽ കൂടിയും അതിലൊരു സംഘത്തെ ആനക്കൂട്ടം ഓടിക്കുന്ന സാഹചര്യമുണ്ട്. അവരും കാട്ടാനക്കൂട്ടത്തിന് മുൻപിൽ ചെന്ന് പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ തന്നെയാണ് ഇവിടുത്തുകാർ നേരിടുന്നത്. കാരണം വന്യജീവി ആക്രമണം നിരന്തരമായി നേരിട്ടുകൊണ്ട് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതാകട്ടെ, ആളുകൾ ഭീതിയോടെ ജീവിക്കുന്നതാകട്ടെ, ഇനി ഒരു ചെറിയ ഇല അനങ്ങിയാൽ പോലും അത് ഏതെങ്കിലും ആനയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടുപന്നിയാണോ, വന്യമൃഗങ്ങൾ ഏതെങ്കിലും ആണോ എന്നും ഭയപ്പാടോടെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ഏരിയയിലെ മുഴുവൻ ആളുകൾക്കും ഉള്ളത് എന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതലും നേരത്തെ തന്നെ നമ്മൾ ഇത്തരം വാർത്തകൾ ഇവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം തന്നെ, പശുവിനെ തേടിയാണ് ഇവർ വനത്തിലേക്ക് പോയത്. അതായത് ബുധനാഴ്ചയാണ് പശു വനത്തിലേക്ക് മേയാൻ വിടുകയാണ് ചെയ്യുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ പശു മിനിയാന്ന് ബുധനാഴ്ച വൈകുന്നേരമാണ് പശു തിരിച്ചു വരാതെത്തിയത്. അതിനുശേഷം ഇന്നലെ അതിനെ അന്വേഷിച്ച് കാട്ടിലേക്ക് എത്തിയതാണ്. ഇത് ഈ കാണുന്നതാണ് ഈ പ്രധാന കഥാപാത്രം. ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടാക്കിയ ആശങ്കയെല്ലാം ഉണ്ടാക്കിയ ആളാണ് ഈ പശുവാണ്. ഇത് അതിന്റെ തൊഴുത്തിലാണ് അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് ഈ മായയുടെ വീട്ടിലെ പ്രധാന ഉപജീവന മാർഗമാണ്. 2 നേരം കറക്കുന്ന പശുവാണ്. ഇവർ ഈ പാല് വിറ്റും, അതായത് ക്ഷീര കർഷക കൂടിയാണ്. അതുപോലെ തന്നെ കൃഷി തന്നെയാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. അപ്പൊ ഈ പശുവിന്റെ പാല് വിറ്റ് തന്നെ ജീവിക്കുന്ന ഒരു വലിയ പ്രധാന വരുമാനം കൂടി കുടുംബത്തിലേക്ക് കണ്ടെത്തേണ്ട സാഹചര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയെല്ലാം ഇത്രകാലം വളർത്തിയ ഒരു ജീവി എന്നുള്ള നിലയിൽ അതിനെ മിസ്സായപ്പോഴുണ്ടായിരുന്ന ആശങ്കയും അവർക്കുണ്ട്. അങ്ങനെ കൂട്ടുകാരികളെയും കൂട്ടി വനത്തിലേക്ക് പോയതാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് മിനിയാതെ പോയ പക്ഷെ പശു തിരിച്ചെത്തിയപ്പോഴാണ് ആശങ്ക ആളുകൾ കയറുന്നത്. കാരണം ഇവരെ അന്വേഷിച്ചു പോയ ആളുകൾ തിരിച്ചെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നതും അത്തരം ഒരു അവസ്ഥയിലേക്ക്, അതായത് അവരേതോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ് എന്നൊരു അവസ്ഥയും അവർക്ക് മനസ്സിലാകുന്നത് അതിനുശേഷമാണ്. അതേ തുടർന്നാണ് ഇവരെ ഈ 4:15 കൂടിയാണല്ലോ ഇവർ അവസാനമായിട്ട് ഇവരുമായി കോണ്ടാക്ട് ചെയ്തത്. ആ സമയത്ത് പറയുന്നുണ്ട് ആനക്കൂട്ടം ഓടിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ വിവിധ ജില്ലകൾ ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇടുക്കിയുടെ ഭാഗമുണ്ട്, എറണാകുളത്തിന്റെ ഭാഗമുണ്ട്. അങ്ങനെ കാടൊക്കെ വിവിധ ജില്ലകൾ ചേർന്നിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടിയും അത്തരം ഏത് വശത്തേക്കാണ് ഇവർക്ക് ഓടി രക്ഷപ്പെടാനാവുക? എന്തായാലും അവര് ഭയത്തിന്റെ മുൾമുനയിൽ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയായിരുന്നു കാട്ടിനുള്ളിൽ കഴിച്ചുകൂടിയത്. നമ്മൾ മായയുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ബന്ധുക്കളൊക്കെയാണ്. കാരണം ഇന്നലെ നമ്മളോട് കുറച്ചു മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധുക്കളാണ്. ദൂരസ്ഥലത്തു നിന്നും ഈ ആപത്തിനെ പറ്റി അറിഞ്ഞ്, അവരുടെ അവസ്ഥയെപ്പറ്റി അറിഞ്ഞ് വീട്ടിലേക്ക് എത്തിപ്പെട്ടതാണ്. എന്തായാലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് കൊണ്ടുപോയ, പ്രാഥമിക ചികിത്സയ്ക്ക് കൊണ്ടുപോയ മായയും ഡാർലിയും അതുപോലെ പാറുക്കുട്ടിയമ്മയും ഒക്കെ തിരിച്ചെത്തും. മായയുടെ മകൻ മായയെ കണ്ടെത്തുന്ന സമയത്ത് മായയോട് മൊബൈൽ ഫോണിൽ സംസാരിച്ചു. അതിനുശേഷം മകൻ കണ്ടെത്തിയ സംഘത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുന്നത്. കാരണം രാത്രി ഉറങ്ങാതെ ഒരു 2 മണി വരെയും ആനക്കൂട്ടം ഇവർക്ക് ചുറ്റിനും തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉൾവനത്തിലേക്ക് പോയാലും കാട് അറിയുന്ന ആളാണെങ്കിൽ പോലും ചിതറി ഓടിക്കഴിയുമ്പോൾ കാടിന്റെ സ്വഭാവം മാറുന്ന ഒരവസ്ഥ അവർ ഫേസ് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും
അതിനുശേഷം വഴി തെറ്റുന്നു. എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയുന്നില്ല. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഇവിടെ തന്നെ നമുക്കും ഈ പറയുന്ന ഒരു അതായത് ഈ റേഞ്ചിന്റെ പ്രശ്നം നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ഈ തുറന്ന ഏരിയയിൽ തന്നെ ഇത്രയും പ്രശ്നമുള്ളപ്പോൾ തന്നെ ഉൾവനത്തിലേക്ക് പോയാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോണിന്റെ ചാർജ് തീർന്നു. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് തടസ്സപ്പെട്ടു പോവുകയും അത് ഇവരുമായി പിന്നീട് കോണ്ടാക്ട് പെട്ടെന്ന് നിലച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് ഇത്രയും വലിയ അതായത് 14 മണിക്കൂറോളം നീളുന്ന ആശങ്കയ്ക്ക് ഇടവരുത്തിയത്. ഇന്നലെ രാത്രി മുഴുവൻ ഫയർഫോഴ്സ് ആവട്ടെ, പോലീസാകട്ടെ, അതുപോലെ ഫയർഫോഴ്സ് വനം വകുപ്പാകട്ടെ, നാട്ടുകാരാകട്ടെ, ഇവരൊക്കെ കൂടി ഒത്തൊരുമയോടെ 4 സംഘങ്ങളായി തിരിഞ്ഞ് രവീന്ദ്രൻ അവിടെ കുട്ടമ്പുഴയിലുള്ളത്. രക്ഷപ്പെട്ട സ്ത്രീകൾ അവർ ആശ്വാസത്തിലാണ്, അവരുടെ കുടുംബാംഗങ്ങളും ആശ്വാസത്തിലാണ്. ഇപ്പോൾ അബ്ദുൾ